ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കേക്ക് പുഡിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് പുഡിംഗ് ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ലെയർ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ എടുക്കുന്ന മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുപ്പില്ലാത്ത മുട്ട എടുത്താൽ കേക്ക് നല്ലതായിട്ട് പൊങ്ങി വരുള്ളൂ. അതുകൊണ്ടാണ് റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട വേണമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീര് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും നല്ലതായിട്ട് വരും കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. നല്ല ഒന്ന് മുട്ടയൊന്ന് പതഞ്ഞ് വരണം. അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പം ഞാനത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഞാനൊരു 1/2 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് എടുക്കുക. എന്നിട്ട് വീണ്ടും ബാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇത് അഡീഷണലായിട്ട് 2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഒന്ന് ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ശരിക്കും ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ക്രീമി ആയിട്ട് കിട്ടും. കണ്ടു, നമ്മൾ സാധാരണ മുട്ട അടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. നനവൊന്നും കാണരുത്. ഇതിലേക്ക് ഈ ഒരു ക്രീമി ആയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം, മുട്ടയുടെ ആ ഒരു മിക്സ്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആണ് ചേർക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ല ഡാർക്ക് കളറിലുള്ള വാനില ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഇത് തുടക്കവേ ചെയ്ത് വെക്കുന്നത് വളരെ നല്ല കേട്ടോ. 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഈ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും ഒരേപോലെ എത്തിയാലേ ലെവലായിട്ട് കേക്ക് ബേക്കായി വരുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ ഈ ഒരു കൂട്ടിലേക്ക് പകുതിയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം നിങ്ങളിത് ഇളക്കി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കേക്ക് ബേക്ക് ആവില്ല. അപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക, ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അതുപോലെ ചെയ്താൽ മതി കേട്ടോ. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കുറേശ്ശെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും, ഒരു സംശയവും ഇല്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കേക്ക് നിങ്ങൾ മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്യല്ലേ, കേക്ക് കൊളായി പോവും. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടായിരുന്നു. അത് അത്ര കൊള്ളില്ല കേട്ടോ. ഭയങ്കര ഓയിലിൻ്റെ സ്മെല്ലാണ് ഒരുപാടായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേക്ക് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റും ഒരു ഭയങ്കര ഒരു ഓയിലിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇതങ്ങനെ ഇല്ല. ഞാൻ കാണിച്ചു തരാം ഞാൻ ഏതാ മേടിച്ചതെന്ന്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് പാന് ഞാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അളവൊന്നും തെറ്റിക്കാതെ കറക്റ്റ് അളവ് മെഷർ ചെയ്ത് തന്നെ എടുക്കുക. എന്നാലേ കേക്ക് നന്നായിട്ട് വരത്തുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. നിങ്ങൾ കേക്ക് ബാറ്റർ റെഡിയാക്കുമ്പോൾ ചെറിയൊരു ലൂസായിരിക്കും. നമ്മളത് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുമ്പോൾ ശരിയായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇത് കേക്ക് ബാറ്റർ ഒഴിച്ചു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ഓവനിലാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ഓവൻ ഇല്ലാതാണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിനുള്ളിലേക്ക് വെച്ചിട്ട് ആദ്യം പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് കേക്കിൻ്റെ സൈഡൊക്കെ വിട്ടിട്ട് വേണം കേക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം.
ഇനി ഈ കേക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ദേ ഈ ഒരു ബൗളിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗൾ എടുത്തിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുഡിങ് പെട്ടെന്ന് തന്നെ കേക്ക് പുഡിങ് ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. ഇനി പ്ലാസ്റ്റിക് റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബൗളിൽ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് ബട്ടർ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് സെറ്റ് ചെയ്താൽ മതിയാവും. കുറച്ച് പാടായിരിക്കും ഇളകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി കട്ട് ചെയ്തെടുത്ത ഒരു കേക്ക് ഇതിനുള്ളിലേക്ക് ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് താഴ്ത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിക്കുക, എന്നാലേ ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കുക. തിളച്ച ഉടനെ തീ ഓഫ് ചെയ്ത് കംപ്ലീറ്റ് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഇതാണ് ഷുഗർ സിറപ്പ്. ആ ഷുഗർ സിറപ്പാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് ആ ഒരു കേക്ക് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 250 ml ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്രഷ് ക്രീം ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അളവിലൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തണം. പാലെടുത്താൽ മതിയാവും. 250 ml ആണ് ഫ്രഷ് ക്രീം. പാലാണെങ്കിൽ 1/2 കപ്പ് പാലെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, നമ്മുടെ കേക്കിനുള്ള വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാലെടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് പാലും അതുപോലെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും എടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ പുഡിംഗ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കൂട്ടാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റോളം ആകുമ്പോൾ തന്നെ ഒന്ന് ക്രീമി ആയിട്ട് വരും. ഒരുപാട് അങ്ങ് സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രീമി ആയിട്ട് കിട്ടിയാൽ മാത്രം മതിയാവും. കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രീമി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ സുമീസ് ടേസ്റ്റി കിച്ചൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. അതുകൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കാം. കൂടുതലായിട്ട് ചേർക്കരുത്. ഡാർക്ക് ആണെങ്കിൽ 1-2 ഡ്രോപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് ടൈം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റോസിൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. നല്ല അടിപൊളിയായിട്ടോ. ഞാൻ ഇതിന് മുന്നേ മേടിച്ചത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഞാൻ ഏത് ബ്രാൻഡാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രാൻഡാണിത്. പിന്നെ ഞാൻ വേറൊരു ഐഡിയയും കൂടെ പറയാം. ഇപ്പോൾ കോക്കനട്ട് പൗഡർ എന്നും പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പുഡിങ്ങിന് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെക്കാട്ടിലെ ടേസ്റ്റിയാണ് കോക്കനട്ട് പൗഡർ. അപ്പം ഞാൻ ഇതിപ്പോൾ 2 കപ്പാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാൻ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് 2 കപ്പ് ഇതിലേക്ക് ചേർത്തത്. ചൈന ഗ്രാസ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് 1 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ചൈന ഗ്രാസ് ഉരുക്കി ചെറുതായിട്ട് ചൂടാറുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്തൊന്ന് ബീറ്റ് ചെയ്താൽ മതി. സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കാത്തതുകൊണ്ട് 2 കപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കോക്കനട്ട് പൗഡർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3/4 കപ്പ് ചേർത്തിട്ട് ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് കൂടി ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് സെറ്റായിട്ട് വരും. നല്ല ക്രീമി ആയിട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വെക്കുമ്പോൾ ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരും ഈ കോക്കനട്ടിൻ്റെ ഈ ഒരു മിക്സ്. ശരിക്കും ഐസ്ക്രീമൊക്കെ റെഡിയാക്കില്ല, ആ ഒരു കൂട്ട് റെഡിയാക്കിയിട്ടാണ് നമ്മളിപ്പോൾ കോക്കനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ചേർക്കാത്തതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത കേക്ക് ഒന്ന് കട്ട് ചെയ്ത് വേണം കേട്ടോ വെക്കാൻ. സൈഡ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വെച്ചത്, എന്നാലേ ഈ ബൗളിലേക്ക് ഇറങ്ങിയിരിക്കുന്നുള്ളൂ. അപ്പോൾ ബൗളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് സൈഡ് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. ഒരുപാട് കൂടുതലാവരുത്, എന്നാലും മാക്സിമം ഒഴിച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാട്ടോ. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറാണ് വെക്കുന്നത്. എന്നതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഞാൻ ഈ വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ സ്റ്റിഫായിട്ട് വരും കേട്ടോ. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ സ്റ്റിഫായിട്ട് വരുന്നുണ്ട് വിവോയുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം
എന്താ പറയുക, നല്ല സ്റ്റിഫായിട്ട് വരുന്നില്ല എന്നുള്ളവർക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക ലൂസായി പോവില്ല, ക്രീം നന്നായിട്ട് തന്നെ വരും. അതാണ് ഇപ്പം ഈ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് കോൺഫ്ലോറൊക്കെ ചേർത്ത് വിപ്പ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ കാണിക്കുന്നത് കോൺഫ്ലോർ യൂസ് ചെയ്യാതെ ഉള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി നല്ല മധുരമുണ്ട്, പക്ഷേ ഇതിൽ മധുരം ഇല്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതുകൂടി ചേർത്തിട്ട് ആദ്യം ലോ സ്പീഡിൽ, പിന്നെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് വരും. അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ശരിക്കും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ മനസ്സിലാവും. കാരണം ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നും, ഭയങ്കര ഹാർഡായിട്ട് വന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതുവരെ ബീറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കാലാവസ്ഥ കാരണമാണ് നമ്മൾ ഐസ് വെള്ളമൊന്നും വെച്ചിട്ടുള്ളത്. പക്ഷേ റിച്ചിന് ഐസ് വെള്ളം വെച്ച് തന്നെ വിപ്പ് ചെയ്യുക. ഇത് ഞാൻ ഐസ് വെള്ളമൊന്നും വെക്കാതെ തന്നെ നല്ല സ്റ്റിഫായിട്ട് വന്നു. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പുഡിംഗ് കേക്ക് സെറ്റായി. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബട്ടറൊക്കെ തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ വേണം തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വ്രാപ്പ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ വ്രാപ്പ് ഇതുപോലെ അങ്ങ് പൊക്കി അങ്ങ് എടുത്താൽ മതി. കണ്ടോ, പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും. ഇനി നമുക്ക് ഈ കവറ് മാറ്റിയിട്ട് ഈ കേക്ക് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ പ്ലാസ്റ്റിക് വ്രാപ്പ് നമുക്കിതിൻ്റെ മുകളിൽ നിന്നും മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഞാൻ ഒരു ഐസിങ് ബാഗിലോട്ട് മാറ്റി ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്. ഞാൻ ഒരുപാട് അങ്ങ് നല്ല ഫിനിഷിങ് ആക്കുന്നില്ല. ഞാൻ ഇപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് തന്നെയല്ലേ. അപ്പം നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഫിനിഷിങ് ആക്കി എടുക്കുക. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഞാനിപ്പം ഒരു 4 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 2-3 ഡ്രോപ്പ് ഫുഡ് കളറും അതുപോലെ ഒരു 3-4 ഡ്രോപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നാൽ വെള്ളം ചേർത്താലേ ഇതുപോലെ നല്ല കളർ ഇതിൽ പിടിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ 2-3 ഡ്രോപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ശരിക്കും നല്ല തണുത്ത് തന്നെ ഇരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടുള്ള പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ചൈന ഗ്രാസ് ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയ പുഡിംഗ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരിപ്പുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ഇത്രയും പുഡിങ്ങാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന. ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.